ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മലബാർ ക്ലാസിക് കിച്ചൺ. ഇന്ന് ഞാനൊരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓട്സ് ഉപയോഗിച്ച് ഒരു ഊത്തപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇങ്ങനെ ഉണ്ടാക്കിയാൽ കുട്ടികൾ കഴിക്കുമോ എന്ന സംശയം നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾ ആരും തന്നെ വിഷമിക്കേണ്ട. കുട്ടികൾക്ക് മാത്രമല്ല, ഊത്തപ്പം ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഈ ഒരു റെസിപ്പി തീർച്ചയായും ഇഷ്ടമാവും. ഇത് കാണാൻ നല്ല ഭംഗിയാണ്, കഴിക്കാൻ ടേസ്റ്റിയും അതുപോലെ ഉണ്ടാക്കാൻ എളുപ്പവുമാണ്. റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ എൻ്റെ റെസിപ്പീസ് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജായ MCK864 ഫോളോ ചെയ്ത് റെസിപ്പിയുടെ ഫോട്ടോസും അതുപോലെ നിങ്ങളുടെ പേരും സെൻഡ് ചെയ്യുക. ഞാനത് എൻ്റെ യൂട്യൂബ് കമ്മ്യൂണിറ്റി പേജിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. എന്നാൽ പിന്നെ ഓട്സ് ഊത്തപ്പം ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെഷറിംഗ് കപ്പിൽ 2 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. അതേ കപ്പിൽ 1/2 കപ്പ് തൈര്, 2 ടേബിൾ സ്പൂൺ കടലപ്പൊടി, ഒരു മീഡിയം സൈസ് ഉള്ളി കൊത്തിയരിഞ്ഞത്, ഒരു പകുതി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞത്, ഒരു പകുതി കാപ്സിക്കം കൊത്തിയരിഞ്ഞത്, ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. ഇത് ഓപ്ഷണലാണ്, വേണ്ടെങ്കിൽ ഒഴിവാക്കാം. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ ഓട്സ് ഒന്ന് വറുത്തെടുക്കണം. അതിനായി ഒരു കടായിലേക്ക് ഓട്സ് ചേർക്കുക. ഇത് നന്നായി വറുത്തെടുക്കുക. ഇത് നന്നായി റോസ്റ്റ് ആയിട്ടുണ്ട്. ഇതിന്റെ പാകം എന്ന് പറയുന്നത് കയ്യിൽ ഇതുപോലെ പ്രസ് ചെയ്യുമ്പോൾ പൊടിഞ്ഞു വരണം. ഓട്സ് ഒക്കെ ചൂടാറിയിട്ടുണ്ട്. ഇനി ഒരു മിക്സി ജാറിലോട്ട് വറുത്ത് വെച്ച ഓട്സിൽ നിന്നും പകുതി ഭാഗം ചേർക്കുക. ഇത് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണം. ഇത് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. ബാക്കിയുള്ള ഓട്സും ഇതുപോലെ പൊടിച്ചെടുക്കുക. ഇതും നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതും ആ ബൗളിലേക്ക് തന്നെ മാറ്റാം. ഈ ഓട്സ് പൊടിയിലേക്ക് കുരുമുളക് പൊടി ചേർക്കുക. ഇനി കടലപ്പൊടി ചേർക്കുക. ഇതൊരു സ്പൂൺ കൊണ്ട് നന്നായി മിക്സ് ചെയ്യുക. ഇനി തൈര് ആഡ് ചെയ്യാം. ഇത് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ട് കുറച്ചായി വെള്ളം ചേർത്ത് മിക്സ് ചെയ്യുക. ഊത്തപ്പം ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഇത് നന്നായി മിക്സ് ചെയ്യുക. ഒരു ദോശക്കല്ല് അല്ലെങ്കിൽ ഫ്രൈയിങ് പാൻ അടുപ്പത്ത് വെക്കുക. ഇതിലേക്ക് ഒരു തവി മാവ് ചേർക്കുക. ഇതൊന്ന് ചെറുതായി സ്പ്രെഡ് ചെയ്യുക. ഇതിന്റെ മുകളിലായി അരിഞ്ഞു വെച്ച ഉള്ളി ചേർക്കുക. തക്കാളി അരിഞ്ഞത് ചേർക്കാം. ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ചേർക്കാം. ഇനി കാപ്സിക്കം ചേർക്കുക. പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിന് ചുറ്റും ഓയിൽ ചേർക്കുക. ഇതൊന്ന് പ്രസ് ചെയ്യാം. പച്ചക്കറികളൊക്കെ മാവിൽ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി മറിച്ചിട്ട് കൊടുക്കാം. ഇത് കുക്കായിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ളതും ഇതുപോലെ ചുട്ടെടുക്കുക. അങ്ങനെ നമ്മുടെ ഓട്സ് ഊത്തപ്പം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് കളർഫുൾ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇത് കഴിക്കാൻ തോന്നും. പിന്നെ ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോഴാണ് ഇത് കഴിക്കാൻ കൂടുതൽ ടേസ്റ്റ്. ഇത് നിങ്ങൾക്ക് ചട്നിയുടെ കൂടെ കഴിക്കാവുന്നതാണ്. ഞാനിവിടെ പൊട്ടുകടല ചട്നിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. വളരെ ടേസ്റ്റിയും കളർഫുൾ ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്ക് ക്ലിക്ക് ചെയ്ത് ഓൾന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ ബൈ.